വൃശ്ചിക മാസം പിറക്കുകയാണ്. വ്രതാനുഷ്ഠാനങ്ങളിലൂടെയും ശരണവിളികളിലൂടെയും നാം ഓരോരുത്തരും ഏറ്റവും കൂടുതൽ ഈശ്വരാനുഗ്രഹങ്ങൾ ജീവിതത്തിൽ തിരിച്ചറിയുന്ന ഒരു മാസം തന്നെയെന്ന് പറയാം ഈ വൃശ്ചിക മാസത്തെ. എന്നാൽ ഇതിൽ നാം ഇപ്പോൾ പറയുവാൻ പോകുന്ന 9 നക്ഷത്രക്കാർക്ക് വൃശ്ചികം 1 പിറക്കുന്നത് മുതൽ ഭാഗ്യദിശ ഉച്ചസ്ഥായിലായിരിക്കും. ആ 9 നാളുകാർ ആരൊക്കെയാണെന്നുള്ളതും അവരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാൻ പോകുന്ന എല്ലാവിധ ശുഭകാര്യങ്ങളെപ്പറ്റിയുമാണ് നാം ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. വൃശ്ചിക മാസം മലയാള മാസങ്ങളിലെ വ്രതശുദ്ധിയുടെ മാസം കൂടിയാണ്. ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന ഒരു മാസം. ശബരിമല ദർശനത്തിനായി കഠിനവ്രതത്തോടെ വിശ്വാസികൾ പോകുന്ന ഏറ്റവും വിശിഷ്ടമായ ആ സമയം. ശബരിമല തീർത്ഥാടന കാലത്ത് അഥവാ വൃശ്ചിക മാസത്തിൽ ജ്യോതിഷപരമായ പല മാറ്റങ്ങളും നടക്കുന്നുണ്ട്. അതിനാലാണ് 3 രാശിയിൽപ്പെടുന്ന ഈ 9 നക്ഷത്രക്കാർക്ക് ഏറ്റവും ഭാഗ്യാനുഭവങ്ങൾ വന്നു ഭവിക്കുന്നത്. നാം ഇപ്പോൾ പറയാൻ പോകുന്ന ഈ 9 നാളുകാരും അവർ ഇതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്നും അകന്ന് അവർക്ക് ആഗ്രഹിക്കുന്നതൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനിടയാകും. ഈ 9 നാളുകാർ ഏതൊക്കെയാണെന്നുള്ളതാണ് നാം ഇനി പറയുവാൻ പോകുന്നത്. ഇതിൽ ആദ്യമായി വരുന്നത് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ലഗ്നനിൽ സൂര്യനും ബുധനും ധനുഭാവമായ 2 ശുക്രനും 7 വ്യാഴവുമാണുള്ളത്. ധനസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് തൊഴിൽ രംഗത്ത് നിന്നും അല്ലാതെയും ധാരാളം പണം വന്നു ചേരുവാനിടയാകും. സർക്കാർ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന ബോണസുകൾ, അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും കിട്ടേണ്ടതായ ഫണ്ടുകളൊക്കെ തന്നെ തടസ്സപ്പെട്ട് കിടന്നിരുന്നവർക്കൊക്കെ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് മടങ്ങി വരുവാനിടയാകുന്നു. അതുമാത്രമല്ല, ഈ നാളുകാർക്ക് ലോട്ടറി പോലുള്ള സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ വരുവാനുള്ള സാധ്യത വളരെയേറെ തന്നെയാണ്. വ്യാഴം കേന്ദ്രസ്ഥാനത്ത് വരുന്നതിനാൽ രാജയോഗവും ഫലമായി പറയുന്നുണ്ട്. വീട്ടിൽ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകുന്നതായിരിക്കും. സന്താനങ്ങളുടെ വിവാഹം, അവരുടെ വിദേശവാസം എന്നീ കാര്യങ്ങൾ ശുഭകരമായി നടക്കും. സർക്കാർ ജോലിയൊക്കെ ശ്രമിക്കുന്നവർക്ക് നല്ല ഒരു വിജയം, അതുപോലെ തന്നെ നല്ല ഫലങ്ങൾ വന്നു ചേരും. ഇവർക്ക് മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കും. അടുത്തത് കുംഭക്കൂർ നക്ഷത്രമായ അവിട്ടം അരഭാഗം, ചതയം, പൂരുരുട്ടാതി 1/4 ഭാഗം നക്ഷത്രങ്ങളാണ്. ഇവരിൽ കേന്ദ്രസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നു. മാത്രമല്ല വീഷ്ടസ്ഥാനത്ത് ശുക്രനുമുണ്ട്. അതിനാൽ ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യവും വീണ്ടും ആരംഭിക്കുവാനും കഴിയും. വീട്, വാഹന, സ്വർണലാഭവും ഉണ്ടാകും. ഇതുമാത്രമല്ല, തൊഴിൽ രംഗത്ത് അവർ ചിന്തിക്കാത്ത രീതിയിലുള്ള ഉയർച്ചകൾ, അതായത് പ്രമോഷനുകൾ, പുതിയ ജോലി, വിദേശയാത്ര എന്നിങ്ങനെയുള്ള ശുഭകാര്യങ്ങളും നടക്കും. വിദേശവാസയോഗം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യത്തിന്റെ നാളുകൾ തന്നെയാണ് ഇത് എന്ന് പറയപ്പെടുന്നത്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ മികച്ച പുരോഗതി ഉണ്ടാകും എന്ന് മാത്രമല്ല, വിവാഹപ്രായമായവർക്ക് വിവാഹയോഗവും കാണുന്നു. അപ്രതീക്ഷിത ധനാഗമമുണ്ടാകും. ചിട്ടികൾ, ലോട്ടറികൾ പോലുള്ള കാര്യങ്ങളിലൂടെ ഇവരുടെ തലവര മാറ്റിമറിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങളാണ് ഇവർക്കുണ്ടാകുന്നത്. അടുത്തത് കന്നിക്കൂറിലെ ഉത്രാടം 1/4 ഭാഗം അത്തം, ചിത്തിര നക്ഷത്രങ്ങളാണ്. ഇവരുടെ കുടുംബസ്ഥാനമായ 4 ശുക്രനും ഭാഗ്യസ്ഥാനമായ 9 വ്യാഴവും സഞ്ചരിക്കുന്നു. ഇവർക്ക് പുതിയ ആഡംബര വീട് വാങ്ങുവാൻ സാധിക്കും. പഴയ വാഹനം മാറ്റി പുതിയ വാഹനം സ്വന്തമാക്കുവാനും വീട്ടിലേക്ക് പുതിയ വസ്തുക്കൾ വാങ്ങുവാനും ഇവർക്ക് സാധിക്കും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കും.
സർക്കാർ ജീവനക്കാരാണ് നിങ്ങളെങ്കിൽ പ്രമോഷനുകൾ, അതുപോലെ നല്ല നല്ല അലവൻസുകൾ പോലുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ബിസിനസ് നടത്തുന്നവർ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും. അമ്മ ഭാഗത്തു നിന്ന് സ്വത്ത് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. നാം ഇപ്പോൾ പറഞ്ഞ ഈ ശുഭകാര്യങ്ങളൊക്കെ ഈ നാളുകാരിൽ നടക്കും എന്നുള്ളത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും ഈ നാളുകളിൽ ഈ പ്രത്യേക നാളുകാരും അവരുടെ കുടുംബാംഗങ്ങളും ചെയ്യുന്ന ചില കർമ്മങ്ങളും പാലിച്ചു പോകുന്ന ചില ജീവിത രീതികളും ഒക്കെ വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ ഇരട്ടിക്കും. അതിനെപ്പറ്റിയും കൂടെ നാം പരാമർശിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അയ്യപ്പന്റെ ഭക്തർക്കാണ് വൃശ്ചിക മാസം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുന്നത്. അതിനാൽ തന്നെ ഈ പറഞ്ഞ നാളുകാരും ഈ പറഞ്ഞ നാളുകാരുടെ കുടുംബത്തിലുള്ളവരും ഈ മാസം 1-ാം തീയതി മുതൽ മാംസാഹാരങ്ങൾ ഉപേക്ഷിച്ച് മദ്യം, പുകയില, ലൈംഗികത, മുടിവെട്ട്, ഷേവിംഗ് എന്നിവയൊക്കെ ഒഴിവാക്കി കഠിനവ്രതത്തോടെ ശബരിമല ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും. ഇനി ശബരിമലയ്ക്ക് പോകുവാൻ കഴിയാത്ത സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി വീടിനടുത്തുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പോയി പൂജാതി കർമ്മങ്ങളിലും പ്രാർത്ഥനയിലുമൊക്കെ പങ്കെടുക്കുക. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്നത് കഴിവതും വീടുകളിൽ മുടക്കാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങളിലേക്ക് ഈശ്വരാനുഗ്രഹവും ജ്യോതിഷപരമായുള്ള ശുഭകരമായ മാറ്റങ്ങളെയും നിങ്ങളിലേക്ക് അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായി വന്നു ഭവിക്കുവാൻ ഇടയാക്കും. ഇതുകൂടാതെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കർമ്മം എന്ന് പറയുന്നത് ഒരു അയ്യപ്പ വിഗ്രഹം പുതിയതായി വാങ്ങി അത് വീടുകളിൽ വയ്ക്കുന്നതും പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് തുളസിക്കതിരും ശംഖുപുഷ്പത്തിൻ്റെയും പൂവും അയ്യപ്പ ഭഗവാന് അർപ്പിക്കുന്നതും നിങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ഈ ഒരു കാലയളവിൽ വന്നു ചേരുവാൻ ഇടയാക്കും. ഇന്ന് നാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ വൃശ്ചിക മാസത്തിൽ ഈ നാളുകാരിൽ തീർച്ചയായും വന്നു ഭവിക്കുവാനിടയാകും. അതുമാത്രമല്ല, ഈ നാളുകാരുള്ള കുടുംബങ്ങളിലും ശുഭകാര്യങ്ങൾ നടക്കും. ഈ 9 നാളുകാരുടെ കുടുംബാംഗങ്ങൾക്കും അതിൻ്റേതായ സന്തോഷവും മനസ്സമാധാനവും ഐശ്വര്യങ്ങളും ഇവരിലൂടെ ഉണ്ടാകുവാനും ഇടയാകും. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതി അറിയിക്കുക. നാം നമ്മളുടെ പ്രത്യേക പൂജകളിലും പ്രാർത്ഥനകളിലും നിങ്ങളെ തീർച്ചയായും ഉൾപ്പെടുത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.